ഒരിക്കലൊരു വ്യക്തി കുയിലിനെ നോക്കി പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ടതി മനോഹരമാണ്, എങ്കിലും നിന്റെ നിറം കറുപ്പാണ്. അടുത്തുള്ള റോസാ ചെടിയെ നോക്കി മനുഷ്യൻ പറഞ്ഞു, നിന്റെ പൂവിന് നല്ല സുഗന്ധമാണ്, എങ്കിലും നിന്റെ ശരീരം മുഴുവൻ മുള്ളുകളാണ്. അടുത്ത കുളത്തിലെ താമരയെ നോക്കി മനുഷ്യൻ പറഞ്ഞു, നിന്നെ കാണുവാൻ നല്ല ഭംഗിയാണ്, എങ്കിലും നീ വളരുന്നത് ചെളിയിലാണ്. ഇത് കേട്ടപ്പോൾ ഈ മൂവരും ചേർന്നുകൊണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, നീ നല്ലവനാണ്, എങ്കിലും എത്ര നല്ലതിലും കുറ്റങ്ങൾ കുറവുകൾ കണ്ടുപിടിക്കുന്ന നിന്റെ വാസനയാണ് നിന്റെ കുഴപ്പം. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിലെ യഹൂദരിൽ നാം കാണുന്നതും ഈ ഒരു മനോഭാവമാണ്. യേശുനാഥൻ യഹൂദരോട് ചോദിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്ത ഏത് സൽപ്രവൃത്തിയുടെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ യേശുനാഥനോട് മറുപടി പറയുന്നത്, നീ ചെയ്ത നല്ല സൽപ്രവൃത്തികളുടെ പേരിലല്ല, മറിച്ച് ദൈവദൂഷണത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. യേശുനാഥൻ്റെ നന്മകൾ സ്വീകരിക്കുവാൻ സാധിക്കാതെ, യേശുനാഥൻ്റെ നന്മകൾ കണ്ടുകൊണ്ടവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുവാൻ സാധിക്കാതെ കുറവുകൾ കണ്ടെത്തി അവനെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന യഹൂദരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഒരു പരിധിവരെ നമുക്കും ഈ മനോഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ മനോഭാവമുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരുമെന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീതിമാനെ കുറ്റം വിധിക്കുന്നവനെ കർത്താവ് വെറുക്കുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പൗലോസ് ലിഹ പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയിരുന്നാലും മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ നിനക്ക് നീതീകരണമില്ല. കാരണം മറ്റുള്ളവരെ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ നന്മകൾ കാണാതെ അവരെ കുറ്റം വിധിക്കുന്നവരായി നാം മാറുന്നത് എന്ന് ചോദിച്ചാൽ, അവരിലെ നന്മകൾ നമ്മളില്ലാത്തത് കൊണ്ടും അവരുടെ നന്മകൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടും അവരിലെ നന്മകളുടെ പേരിൽ മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ നാം അസ്വസ്ഥരാകുന്നതും കൊണ്ടാണ് മറ്റുള്ളവരുടെ നന്മകൾ കാണാതെ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്നവരായി ഈ യഹൂദന്മാരെ പോലെ നമ്മളും മാറുന്നത്. റോമാക്കാർക്കെതിരെ ലേഖനം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് ലിഹ പറയുന്നു, എന്തിനാണ് നീ നിന്റെ സഹോദരനെ വിധിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരല്ലയോ? ഈ ഒരു ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അവരെ കുറ്റം വിധിക്കുന്നവരായി നാം മാറുന്നത്. മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത് നാം പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം നാം പറയരുത് എന്ന് അർത്ഥമില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിപൂർവ്വം വിധിക്കുമെന്നാണ്. നാം ഒരാളെ വിധിക്കുകയാണെങ്കിൽ അവൻ്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യാനാകരുത്, മറിച്ച് അവൻ്റെ കുറ്റങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ വളർത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ നന്മയിൽ വളർത്താനുമാകണം നാം പലപ്പോഴും അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത്. അപ്രകാരം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നന്മകൾ സ്വീകരിക്കാതെ അവരെ കുറ്റം പറയുന്നവരായി നാം മാറരുത്. കാരണം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത്, അവസാന വിധി ദിവസത്തിൽ നീ വ്യക്തമായിട്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും നീ വില കൊടുക്കേണ്ടി വരും. നീ ശിക്ഷിക്കപ്പെടുന്നതും നീതീകരിക്കപ്പെടുന്നതും നിന്റെ വാക്കുകൾ മൂലമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, മറ്റുള്ളവരുടെ നന്മ കാണുവാൻ സാധിക്കാതെ അവരെ കുറ്റം വിധിക്കുന്ന മനോഭാവം എനിക്കുണ്ടോ? മറ്റുള്ളവരുടെ നന്മ കാണുവാൻ സാധിക്കാതെ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, വെളിപാടിൻ്റെ പുസ്തകം 12:10 നാം വായിക്കുന്നത്, നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും പഴി പറയുകയും ചെയ്ത പിശാച് ഗന്ധകാഗ്നിയിലേക്ക് എറിയപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ സഹോദരന്മാരിലെ കുറവുകൾ കണ്ടെത്താതെ അവരുടെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ആ നന്മകൾ ഉൾക്കൊള്ളുന്നവരായും അവരുടെ കുറവുകളുണ്ടെങ്കിൽ അവരെ നന്മകളിലേക്ക് വളർത്തുന്നവരായി മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് വേണം നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട്. എന്തിനു നാം വചനം വായിക്കണമെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 15:3 യേശുനാഥൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. വചനം വായിക്കുമ്പോഴാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം വിശുദ്ധിയിൽ ജീവിക്കുവാനും വളരുവാനും നമുക്ക് സാധിക്കുന്നത്. അതിനാൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും നമുക്ക് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ കന്യാമറിയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ.
കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.